വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 2026-28 അക്കാഡമിക് ഇയറിലോട്ട് അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുന്നതാണ്. അപ്പോൾ നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതേപോലെ MG യൂണിവേഴ്സിറ്റിയൊക്കെ ബി.എഡ് അപേക്ഷ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അപേക്ഷ എങ്ങനെ കൊടുക്കുവാൻ സാധിക്കും തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻ ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ നേരത്തെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, കാരണം ചില യൂണിവേഴ്സിറ്റികൾ അലോട്ട്മെൻറ്റ് അതായത് വ്യത്യാസമുണ്ട്, അഡ്മിഷൻ പ്രൊസീജിയർ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് അതേപോലെ MG യൂണിവേഴ്സിറ്റി വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ല എങ്കിൽ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി ഇനി ഇങ്ങോട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് നോട്ട് ചെയ്ത് നോക്കുക. admissions.kannur.university.ac.in. ഓക്കെ, ഈ ഒരു പേജിലോട്ട് വന്ന് വിദ്യാർത്ഥികൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ബി.എഡ് അഡ്മിഷൻ 2026 ക്ലിക്ക് ചെയ്യുന്നതിന് ലിങ്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള പേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് ഷെഡ്യൂൾ ഒന്ന് നോക്കാം. ബി.എഡ് ഷെഡ്യൂൾ ജസ്റ്റ് ഇവിടെ 2026 ക്ലിക്ക് ചെയ്യുക. നിലവിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 17. ഈ മാസം 17 വരെ നിലവിലുണ്ട്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു യൂണിവേഴ്സിറ്റി വ്യത്യസ്തമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് ചെയ്യുക ട്രയൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ട്രയൽ റാങ്ക് ലിസ്റ്റ് 18-ാം തീയതി പ്രസിദ്ധീകരിക്കും. അതിനുശേഷം എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനും ഓപ്ഷൻസ് മാറ്റുവാനും നിങ്ങൾക്ക് 19 മുതൽ 23 വരെ സമയമുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഈ ഡേറ്റ് പൂർണ്ണമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നിങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കണം. അപ്പോൾ അപ്ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ശേഷമാണ് വിദ്യാർത്ഥികളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ 24-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ടൈം 30-ാം തീയതി വരെയാണ്. ക്ലാസ് ജൂലൈ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ലൈവായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അതിൻ്റെ അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ, അഡ്മിഷൻ നിങ്ങൾ സ്കൂളിൽ കോളേജിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ദിവസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ബാക്കിയുള്ള ഓരോ ഫോളോ അപ്പും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഉറപ്പെടുത്താണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് വന്ന് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ബി.എഡ് അഡ്മിഷൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വായിക്കാം. അതായത് അപേക്ഷ കൊടുക്കാത്തവർ ഉണ്ടെങ്കിൽ നിലവിൽ അപേക്ഷ ഫീ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ 750 രൂപ. ഇപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ 750 രൂപ നിങ്ങൾ കീപ്പ് ചെയ്യുക. SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 375 രൂപയുമാണ് നിങ്ങളുടെ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് പ്രോസ്പെക്ട്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കോളേജുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ കോളേജുകൾ, അതേപോലെ യൂണിവേഴ്സിറ്റി റൂൾസ്, അതേപോലെ നിങ്ങളുടെ വെയിറ്റേജ് ഡീറ്റെയിൽസ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ കോളേജ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എത്രയാണ്, ഏതൊക്കെയാണ് കോളേജിലെ സീറ്റുകൾ, അതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു പ്രോസ്പെക്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കോളേജും അതേപോലെ കോളേജിലെ സീറ്റുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിദ്യാർത്ഥികൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് വന്ന് അത് നിങ്ങൾക്ക് ജസ്റ്റ് പ്രോഗ്രാംസ് അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ പ്രോഗ്രാംസ് എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ്, ഉദാഹരണത്തിന് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, കൊമേഴ്സ്, കന്നഡ, സംസ്കൃത്, ഉറുദു, ഈ 12 സബ്ജക്റ്റിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലെ കോളേജിലുള്ളത്. അപ്പോൾ ഓരോ കോളേജിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ബി.എഡ് ഇംഗ്ലീഷ് ഏതൊക്കെയാണ് കോളേജ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ആദ്യം എലിജിബിലിറ്റി, ഇംഗ്ലീഷിന് 50% മാർക്കോടുകൂടെ നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം, അല്ലെങ്കിൽ PG. ഓക്കെ, അപ്പോൾ കോളേജ് ലിസ്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എത്രയാണ് ഇംഗ്ലീഷ് കോളേജ് ഉള്ളത്. ഓക്കെ, ഇംഗ്ലീഷ് ബി.എഡ് പ്രൊവൈഡ് ചെയ്യുന്ന 6 കോളേജാണ്. അതിൽ തന്നെ നിങ്ങൾ നോക്കുക, ഗവൺമെൻറ് ഉണ്ട്, എയ്ഡഡ് ഉണ്ട്, യൂണിവേഴ്സിറ്റി സെൻറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് മാത്രമാണ് ഫീ ഇല്ലാതെ പഠിക്കാൻ സാധിക്കുക, ബാക്കിയുള്ളത് ഫീ കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഇനി ഒരു വിദ്യാർത്ഥിയുടെ സബ്ജക്റ്റ് നാച്ചുറൽ സയൻസ് ആണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നാച്ചുറൽ സയൻസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ടോട്ടൽ 4 കോളേജാണുള്ളത്. അതായത് മറ്റു യൂണിവേഴ്സിറ്റി താരതമ്യം ചെയ്യുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെറിയൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ബി.എഡ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളിൽ. അതായത് വളരെ പരിമിതമായിട്ടുള്ള കോളേജുകളും വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകളുമാണ് ബി.എഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പത്രത്തിൽ നിങ്ങൾ ഇനിയിപ്പോൾ കൊമേഴ്സാണ്, കൊമേഴ്സ് ക്ലിക്ക് ചെയ്യുന്നത്. ജസ്റ്റ് രണ്ട് കോളേജാണ് കൊമേഴ്സ് ഈ പറയുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി ടോട്ടലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഏകദേശം ഈ രീതിയിൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതി വെക്കുക. എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കാകെ 4-5 കോളേജുകളാണുള്ളൂ. അതിൽ 1-ാം സ്ഥാനത്ത് കൊടുക്കുന്നത് 2-ാം സ്ഥാനത്ത് കൊടുക്കുന്നത് ഇത്ര മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കിയാൽ മതി. ഓക്കെ. ഇനി നമ്മൾ വീണ്ടും ഹോം പേജിലോട്ട് വന്ന് നമ്മൾ അപേക്ഷയിലോട്ട് വരികയാണ്. ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പുതുതായിട്ട് അപേക്ഷ കൊടുക്കേണ്ടവർ രജിസ്റ്റർ ഹിയർ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്നാമതായിട്ട് നെയിം ഓഫ് അപ്ലിക്കൻ്റ്, അപ്പോൾ നിങ്ങളുടെ SSLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ലെറ്റർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ജെൻഡർ സെലക്ട് ചെയ്യുന്നു. ശേഷം നിങ്ങൾ ആധാർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നു. ഇമെയിൽ അഡ്രസ്സ്, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സ്. ഇനി പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേര്, ഉദാഹരണം എൻ്റെ പേര് സവാദ്, എസ് ഫസ്റ്റ് ലെറ്റർ കൊടുക്കുന്നു. @123 ആ രീതിയിലുള്ള മോഡൽ ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുന്നു. അത് വീണ്ടും കൺഫേം ചെയ്യുന്നു. സെലക്ട് കാറ്റഗറി, അപ്പോൾ ജനറൽ ആണ് ജനറൽ, SC ആണ് SC ST. അപ്പോൾ ജനറൽ ആണെങ്കിൽ ഈ രീതിയിൽ 850 രൂപയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലൂടെ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ പുതുതായിട്ട് കിട്ടിയ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഈ പറയുന്ന വെരിഫിക്കേഷൻ കോഡും ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്ത് അടുത്ത പേജിലോട്ട് പോവാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലൂടെ കൃത്യമായിട്ട്, അതായത് മറ്റു യൂണിവേഴ്സിറ്റിയിലെ പോലെ തന്നെ ഏകദേശം 7 സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. അപ്പോൾ ആ 7 സ്റ്റെപ്പ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോട്ടോ അപ്ലോഡ് ചെയ്യലാണ്. അപ്പോൾ ഒരു ഫോട്ടോ നിങ്ങളുടെ കൈവശം നിങ്ങൾ ജസ്റ്റ് നേരത്തെ മറ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് സെറ്റ് ചെയ്ത് അതേ രീതിയിൽ നിങ്ങൾ സെറ്റാക്കി വെക്കുക. അതേപോലെ ഇൻസ്ട്രക്ഷൻ ഫോർ ഫില്ലിംഗ് ആപ്ലിക്കേഷൻ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, അതേപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇവിടെ കൃത്യമായിട്ട് ഓരോന്നും ഇവിടെ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ വെയിറ്റേജ് ഡീറ്റെയിൽസ്, അതിൽ NSS, NCC, അതേപോലെ മറ്റു കാര്യങ്ങൾ, അതേപോലെ ആധാർ, ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫോട്ടോ, അതേപോലെ സിഗ്നേച്ചർ ആൻഡ് മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ സൈസ് കാര്യം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ 150 പിക്സൽ, 200 പിക്സലാണ്, 40 KB. ഓക്കെ. അതേപോലെ 40 KB. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ സൈസ് കാര്യങ്ങൾ ജസ്റ്റ് നോക്കി അതേ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ പ്രൊഫൈൽ അക്കാഡമിക് ഡീറ്റെയിൽസ് കൊടുക്കുക, മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഓരോന്നും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെലക്ട് ദ ഡിഗ്രി പ്രോഗ്രാം, അതിൽ സ്പെഷ്യലൈസേഷൻ, നമ്പർ ഓഫ് അപ്പിയറൻസ്, ഇയർ ഓഫ് പാസിംഗ്, അതൊക്കെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കുക. 7 ഓപ്ഷൻസ്, ഇനിയാണ് നമ്മൾ പറഞ്ഞ ഓപ്ഷൻസ് ആഡ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 4 കോളേജാണുള്ളത്, ആ 4 കോളേജിൽ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പ്രയോറിറ്റി നിങ്ങൾ അനുസരിച്ച് 1, 2, 3 ആ രീതിയിൽ കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുക, അത് മാറ്റം വരുത്തുക. അതിനുശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കഴിഞ്ഞാൽ 9ാമത്തെ സ്റ്റെപ്പാണ് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ. അപ്പോൾ എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വെരിഫൈ ചെയ്ത് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ശേഷം നിങ്ങൾ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ PDF ആയിട്ട് ഇപ്പോൾ എടുത്ത് വെക്കുക. കാരണം ഈ ഒരു പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്മിഷൻ സമയത്ത് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ PDF നിങ്ങൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു പേജിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഇവിടെ ജസ്റ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇനി അപേക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ലൈവായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അതിൽ കൃത്യമായിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ അപേക്ഷ പൂർത്തിയായി കഴിഞ്ഞാൽ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ട്രയൽ റാങ്ക് ലിസ്റ്റ്, എഡിറ്റ് ഓപ്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, അഡ്മിഷൻ സമയത്ത് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ സമയത്തെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.